ഇന്ന് മക്കളില്ലാത്തവർ ഭാഗ്യവതി എന്ന് പറയുന്ന ഒരു കാലം വരും. സത്യമായിട്ട് ഓർത്തോണേ, ഒരു കടയിൽ തന്നെ ജ്യൂസ് കുടിക്കണമെന്ന് തോന്നിയാൽ ജ്യൂസ് കുടിക്കരുത്. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു കാര്യം. നമുക്കങ്ങ് ആ കടയിലെ ജ്യൂസ് കുടിക്കാൻ ഇവിടുന്ന് വണ്ടി വിട്ട് പോവാ. ഉഗാണ്ടയ്ക്ക് അവനങ്ങ് പോവാ. അവരെല്ലാം കൂടെ എവിടെ? അവിടുത്തെ ജ്യൂസിന് ആള് കൂടുന്നുണ്ടെങ്കിൽ ആ കടയിൽ ജ്യൂസ് കുടിക്കരുത്. ഏതായാലും നാരങ്ങായും പഞ്ചസാരയും സോഡാ നാരങ്ങയൊക്കെ എന്തിനാ ഇത്ര ആള്? ചിന്തിക്കണം. ഏതെങ്കിലും ഒരു സാധനം തുടർമാനമായി കുടിക്കണമെന്ന് തോന്നിയാൽ കഴിക്കണം. ആ കടയിലെ മന്തി എന്ന് പറഞ്ഞാൽ അതൊരു മന്തിയാണ്. അവിടുത്തെ ബിരിയാണി കഴിക്കാൻ ആളങ്ങ് കൂടുക. പോകരുത്. ഒരു സാധനം തന്നെ സ്ഥിരമായി കഴിക്കണമെന്ന് തോന്നിയാൽ there will be a dangerous situation behind it എന്നുള്ളതാണ് ഒരു മോഡേൺ ട്രെൻഡ്. ചോക്ലേറ്റിനകത്തൂടെ ഈ സാധനം കൊടുക്കുന്നു, പാർട്ടികളിൽ കൊടുക്കുന്നു. ഒരിക്കലും കൊടുക്കുന്ന ബിയറിനകത്ത് ഒരു ബിയർ സിപ്പ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഈ സാധനം ഇട്ട് കൊടുത്താൽ, അല്ലെങ്കിൽ വലിക്കാൻ കൊടുക്കുന്ന സിഗരറ്റിനകത്ത് ഇത് ഉണ്ടെങ്കിൽ പിന്നെ കൊടുക്കണ്ട, പൊയ്ക്കോളൂ. ഇവരെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം? ഒറ്റ വഴിയേ ഉള്ളൂ, മടക്കിയ മുഴങ്കാലും വിരിക്കപ്പെട്ട കരങ്ങളും. വേറെ ഒരു വഴിയില്ല. യെരൂശലേം പുത്രിമാരെ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെ